ഓം ശാന്തി 7/1/2025 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, നിങ്ങൾ സ്വയം സംഗമയുഗി ബ്രാഹ്മണനാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ സത്യുഗി വൃക്ഷം കാണപ്പെടും. അപാര സന്തോഷത്തിലിരിക്കാനും കഴിയും. ചോദ്യം: ജ്ഞാനത്തിൽ താൽപര്യമുള്ള കുട്ടികളുടെ അടയാളങ്ങൾ എന്തെല്ലാമാണ്? ഉത്തരം: അവർ പരസ്പരം ജ്ഞാനത്തിന്റെ കാര്യങ്ങൾ മാത്രം സംസാരിക്കും. ഒരിക്കലും പരചിന്തനം ചെയ്യില്ല. ഏകാന്തതയിലിരുന്ന് വിചാരസാഗര മന്ഥനം ചെയ്യും. ചോദ്യം: ഈ സൃഷ്ടി നാടകത്തിന്റെ ഏത് രഹസ്യമാണ് നിങ്ങൾ കുട്ടികൾ മാത്രം അറിയുന്നത്? ഉത്തരം: ഈ സൃഷ്ടിയിൽ ഒരു വസ്തുവും സദാ നിലനിൽക്കില്ല, ഒരേ ഒരു ശിവബാബയല്ലാതെ. പഴയ ലോകത്തിലെ ആത്മാക്കളെ പുതിയ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നതിനായി ആരെങ്കിലും ആവശ്യമല്ലേ? ഡ്രാമയുടെ ഈ രഹസ്യവും നിങ്ങൾ കുട്ടികൾ മാത്രമാണ് മനസ്സിലാക്കുന്നത്. ഓം ശാന്തി. ആത്മീയ കുട്ടികളെ പ്രതി പുരുഷോത്തമ സംഗമയുഗത്തിൽ വരുന്ന ബാബ മനസ്സിലാക്കി തരികയാണ്. നമ്മൾ ബ്രാഹ്മണരാണെന്ന് കുട്ടികൾ മനസ്സിലാക്കുന്നു. സ്വയം തന്നെ ബ്രാഹ്മണരാണെന്ന് മനസ്സിലാക്കുന്നുണ്ടോ അതോ മറന്നു പോകുന്നുണ്ടോ? ബ്രാഹ്മണർ തന്റെ കുലത്തെ മറക്കാറില്ല. നിങ്ങൾക്ക് ഞാൻ ബ്രാഹ്മണനാണെന്ന് തീർച്ചയായും ഓർമ്മ വേണം. ഈ ഒരു കാര്യം തന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ തോണി മറുകര കടക്കും. സംഗമയുഗത്തിൽ നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിന്റെ ചിന്തനവും നടക്കണം. ഇതിനെയാണ് വിചാരസാഗര മന്ഥനം എന്ന് പറയുന്നത്. നിങ്ങൾ രൂപ് ബസന്താണ്. നിങ്ങൾ ആത്മാക്കളിൽ മുഴുവൻ ജ്ഞാനവും നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് രത്നങ്ങൾ മാത്രം പുറത്തു വരണം. സ്വയം തന്നെ സംഗമയുഗി ബ്രാഹ്മണനാണെന്ന് മനസ്സിലാക്കണം. ചിലർ ഇതുപോലും മനസ്സിലാക്കുന്നില്ല. അഥവാ സ്വയത്തെ സംഗമയുഗിയാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ സത്യയുഗി വൃക്ഷം കാണപ്പെടാൻ സാധിക്കും. അളവറ്റ സന്തോഷവും ഉണ്ടാകും. ബാബ മനസ്സിലാക്കി തരുന്നതിനെ ഉള്ളിൽ ആവർത്തിക്കണം. നമ്മൾ സംഗമയുഗത്തിലാണ് എന്നുള്ളതും നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും തന്നെ അറിയില്ല. സംഗമയുഗത്തിലെ പഠിപ്പിന് സമയവും എടുക്കുന്നു. ഈ ഒരു പഠിപ്പിലൂടെയാണ് നമ്മൾ നരകവാസിയിൽ നിന്നും സ്വർഗവാസി അല്ലെങ്കിൽ നരനിൽ നിന്നും നാരായണനായി മാറുന്നത്. നമ്മൾ തന്നെയാണ് ദേവത അഥവാ സ്വർഗവാസിയായി തീരുന്നത് എന്നുള്ളത് ഓർമ്മിക്കുകയാണെങ്കിൽ തന്നെ സന്തോഷത്തോടെ ഇരിക്കുവാൻ സാധിക്കും. സംഗമയുഗവാസി ആയെങ്കിൽ മാത്രമേ സ്വർഗവാസിയായി തീരുവാൻ സാധിക്കൂ. ആദ്യം നരകവാസികളായിരുന്നപ്പോൾ തീർത്തും മോശമായ അഴുക്ക് പിടിച്ച അവസ്ഥയിലായിരുന്നു. അഴുക്ക് പിടിച്ച ജോലികൾ ചെയ്യുമായിരുന്നു. ഇനി അവ ഉപേക്ഷിക്കണം. മനുഷ്യനിൽ നിന്നും ദേവത അല്ലെങ്കിൽ സ്വർഗവാസിയായി തീരണം. ആരുടെയെങ്കിലും പത്നി മരിക്കുകയാണെങ്കിൽ അവരോട് ചോദിക്കൂ, പത്നി എവിടെ പോയി? പറയും, സ്വർഗവാസിയായി തീർന്നു. സ്വർഗം എന്താണെന്നുള്ളത് പോലും ആരും മനസ്സിലാക്കുന്നില്ല. അഥവാ സ്വർഗവാസിയായി തീർന്നു എങ്കിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? ഇപ്പോൾ നിങ്ങൾ കുട്ടികളാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഉള്ളിൽ ചിന്തിക്കണം, നമ്മളിപ്പോൾ സംഗമയുഗത്തിലാണ്, പാവനമാവുകയാണ്. ബാബയിൽ നിന്നും സ്വർഗത്തിന്റെ സമ്പത്ത് നേടുകയാണ്. ഈ കാര്യം ഇടയ്ക്കിടെ സ്മരിക്കണം. ഒരിക്കലും മറക്കരുത്. എന്നാൽ മായ നിങ്ങളെ മറപ്പിച്ച് തീർത്തും കലിയുഗിയാക്കി മാറ്റുന്നു. പെരുമാറ്റം പോലും കലിയുഗികളെ പോലെയാണ്. അങ്ങനെയുള്ളവർക്ക് സന്തോഷത്തോടെ ഇരിക്കുവാൻ സാധിക്കില്ല. മുഖം തന്നെ മരിച്ചവരെ പോലെ ആയിരിക്കും. ബാബയും അത് തന്നെയാണ് പറയുന്നത്.
എല്ലാവരും കാമചിതയിലിരുന്ന് വെന്തെരിഞ്ഞ് ശവത്തെപ്പോലെ ആയി തീർന്നിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ മനുഷ്യനിൽ നിന്നും ദേവതയായി തീരുകയാണ്. അപ്പോൾ എത്ര സന്തോഷമുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു മഹിമ, അതീന്ദ്രിയ സുഖത്തിന്റെ അനുഭൂതി ഗോപികമാരോട് ചോദിക്കണം എന്നുള്ളത്. നിങ്ങൾ സ്വന്തം ഹൃദയത്തോട് ചോദിക്കൂ, എനിക്ക് അതീന്ദ്രിയ സുഖത്തിന്റെ അനുഭൂതി ഉണ്ടോ? നിങ്ങളുടേത് ഈശ്വരീയ മിഷണറിയല്ലേ? ഈ മിഷണറി എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ആദ്യം ശൂദ്രനിൽ നിന്ന് ബ്രാഹ്മണരാക്കുന്നു, പിന്നീട് ബ്രാഹ്മണനിൽ നിന്നും ദേവത ആക്കുന്നു. നമ്മൾ ബ്രാഹ്മണരാണ് എന്നുള്ള കാര്യം ഒരിക്കലും മറക്കരുത്. മറ്റുള്ള ബ്രാഹ്മണർ സ്വയം തന്നെ സത്യമായ ബ്രാഹ്മണരെന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ അവർ ശരീരവംശാവലികളാണ്. നിങ്ങൾ മുഖവംശാവലികളാണ്. നിങ്ങൾ ബ്രാഹ്മണർക്ക് വളരെയധികം ലഹരി ഉണ്ടായിരിക്കണം. ബ്രഹ്മഭോജനത്തെക്കുറിച്ചുള്ള മഹിമയുണ്ട്. നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ബ്രഹ്മഭോജനം കഴിപ്പിക്കുമ്പോൾ അവർ എത്രയാണ് സന്തോഷിക്കുന്നത്. ഞങ്ങൾ പവിത്രമായ ബ്രാഹ്മണരുടെ കൈകൊണ്ട് ഉണ്ടാക്കിയത് കഴിച്ചു. മനസ്സാ വാചാ കർമ്മണ പവിത്രമായിരിക്കണം. ഒരു അപവിത്രമായ കർമ്മവും ചെയ്യരുത്. ഇതിനെല്ലാം തീർച്ചയായും സമയം എടുക്കുക തന്നെ ചെയ്യും. ജനിച്ച ഉടൻ തന്നെ ആർക്കും ആയിത്തീരുവാൻ സാധിക്കില്ല. സെക്കൻഡിൽ മുക്തി ജീവൻ മുക്തി എന്ന് പറയുന്നുണ്ട്. ബാബയുടെ കുട്ടിയായി തീർന്നു എങ്കിൽ സമ്പത്ത് ലഭിക്കും. ഒരു തവണ തിരിച്ചറിഞ്ഞു, പറഞ്ഞു, ഇതാണ് പ്രജാപിത ബ്രഹ്മാവ്. ബ്രഹ്മാവിന്റെയും ശിവന്റെയും സന്താനമാണ്. നിശ്ചയമുണ്ടാകുന്നതിലൂടെയാണ് അവകാശിയായി തീരുന്നത്. പിന്നീട് എന്തെങ്കിലും മോശമായ കർത്തവ്യം ചെയ്യുന്നുവെങ്കിൽ ശിക്ഷകൾ അനുഭവിക്കേണ്ടതായി വരുന്നു. കാശി കൽവട്ടിനെ കുറിച്ച് മനസ്സിലാക്കി തന്നിട്ടുണ്ടല്ലോ. ശിക്ഷകൾ അനുഭവിക്കുന്നതിലൂടെ കർമ്മക്കണക്കുകൾ ഇല്ലാതാകുന്നു. മുക്തി പ്രാപിക്കുന്നതിനായാണ് കിണറിൽ പോയി ചാടുന്നത്. അവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ശിവബാബയാണ് കുട്ടികളോട് പറയുന്നത്, എന്നെ മാത്രം ഓർമ്മിക്കൂ എന്ന്. എത്ര സഹജമാണ്. എന്നാലും മായയുടെ ചക്രത്തിലേക്ക് വരുന്നു. നിങ്ങളുടെ ഈ യുദ്ധമാണ് ഏറ്റവും കൂടുതൽ നീണ്ടു നിൽക്കുന്നത്. ബാഹുബലത്തിന്റെ യുദ്ധം ഇത്രയധികം സമയം ഉണ്ടാകില്ല. നിങ്ങൾ എന്നിവിടെ വന്നുവോ അപ്പോൾ യുദ്ധവും ആരംഭിച്ചു. പഴയവരുമായി എത്രയാണ് യുദ്ധമുണ്ടാകുന്നത്? പുതിയവരുമായും യുദ്ധം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ യുദ്ധത്തിലും പലരും മരിക്കുന്നു. പുതിയ യോദ്ധാക്കൾ വന്നു ചേരുന്നു. ഇവിടെയും മരണപ്പെടുന്നുണ്ട്. എണ്ണം കൂടുന്നുമുണ്ട്. വൃക്ഷം വലുതാകുക തന്നെ വേണം. ബാബ മധുരമധുരമായ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നു, നിങ്ങൾക്ക് ഈ കാര്യം തീർച്ചയായും ഓർമ്മ വേണം. ബാബ നമ്മുടെ അച്ഛനുമാണ്, ടീച്ചറുമാണ്, സദ്ഗുരുവുമാണ്. കൃഷ്ണനെ ഒരിക്കലും അച്ഛൻ, ടീച്ചർ, സദ്ഗുരു എന്ന് പറയില്ല. നിങ്ങൾക്കെല്ലാവരുടെയും മംഗളം ചെയ്യാനുള്ള താൽപര്യം ഉണ്ടായിരിക്കണം. മഹാരഥികളായ കുട്ടികളാണ് സേവനത്തിന് തയ്യാറാവുക. അവർക്ക് വളരെയധികം സന്തോഷമുണ്ടായിരിക്കും. എവിടെ നിന്നാണോ ക്ഷണം എത്തുന്നത് അവിടേക്ക് ഓടിപ്പോകുന്നു. പ്രദർശിനിയുടെ സർവീസ് കമ്മിറ്റിയിൽ പോലും നല്ല നല്ല കുട്ടികളെയാണ് തിരഞ്ഞെടുക്കുക. അവർക്ക് സർവീസ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള നിർദ്ദേശം ലഭിക്കുന്നു. സർവീസ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ പറയുന്നു, ഇവർ ഈശ്വരീയ മിഷനിലുള്ള നല്ല കുട്ടികളാണ്. കുട്ടികൾ നല്ല രീതിയിൽ സേവനം ചെയ്യുന്നുവെങ്കിൽ ബാബയും സന്തോഷിക്കുന്നു. ഞാൻ സർവീസ് ചെയ്യുന്നുണ്ടോ എന്ന് അവനവന്റെ ഹൃദയത്തോട് ചോദിക്കൂ.
ഓൺ ഗോഡ്ലി സർവീസ് എന്നല്ലേ പറയുന്നത്. ഗോഡ് ഫാദറിന്റെ സേവനം എന്താണ്? എല്ലാവർക്കും ഈയൊരു സന്ദേശം മാത്രം എത്തിക്കൂ. മന്മനാഭവ. ആദി മധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം ബുദ്ധിയിലുണ്ട്. നിങ്ങളുടെ പേര് തന്നെ സ്വദർശന ചക്രധാരി എന്നാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കണം. സ്വദർശന ചക്രത്തിന്റെ കറക്കം നിന്നു പോകില്ലല്ലോ. നിങ്ങൾ ചൈതന്യ ലൈറ്റ് ഹൌസ് ആണ്. നിങ്ങൾക്ക് ധാരാളം മഹിമയുണ്ട്. പരിധിയില്ലാത്ത അച്ഛന്റെ മഹിമയും നിങ്ങൾക്കറിയാം. ബാബ ജ്ഞാനസാഗരനും പതീത പാവനനുമാണ്. ഗീതയുടെ ഭഗവാനാണ്. ബാബ തന്നെയാണ് ജ്ഞാനയോഗ ബലത്തിലൂടെ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ യോഗബലത്തിന്റെ പ്രഭാവം ധാരാളമുണ്ട്. ഭാരതത്തിന്റെ പ്രാചീന രാജയോഗം വളരെയധികം പ്രശസ്തമാണ്. അതാണ് നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സന്യാസിമാർ ഹഠയോഗികളാണ്. അവർക്കൊരിക്കലും പതീതരെ പാവനമാക്കുവാൻ സാധിക്കില്ല. ഒരേ ഒരു ബാബയിൽ മാത്രമാണ് ജ്ഞാനമുള്ളത്. ജ്ഞാനത്തിലൂടെയാണ് നിങ്ങൾ ജന്മമെടുക്കുന്നത്. ഗീതയെ മാതാവെന്ന് പറയാറുണ്ട്. മാതാപിത എന്നല്ലേ? മനുഷ്യർ മഹിമ പാടുന്നുണ്ടെങ്കിലും മനസ്സിലാക്കിയിട്ടില്ല. ബാബ മനസ്സിലാക്കി തരുന്നു. ഇതിന്റെ അർത്ഥം എത്ര ഗൂഹ്യമാണ്. ഗോഡ് ഫാദർ എന്ന് പറയുന്നു. അപ്പോൾ മാതാപിതാവ് എന്നും പറയുന്നത് എന്തുകൊണ്ടാണ്? സരസ്വതി ഉണ്ടെങ്കിലും സത്യമായ മാതാവ് ബ്രഹ്മപുത്രയാണ്. സാഗരന്റെയും ബ്രഹ്മപുത്രയുടെയും സംഗമമാണ് ഏറ്റവും ആദ്യം ഉണ്ടാകുന്നത്. ബാബ ഇദ്ദേഹത്തിലാണ് പ്രവേശിക്കുന്നത്. ഇത് എത്ര സൂക്ഷ്മമായ കാര്യങ്ങളാണ്. വളരെ പേരുടെ ബുദ്ധിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ചിന്തനം നടക്കുന്നില്ല. തീർത്തും കുറഞ്ഞ ബുദ്ധിയാണ്. കുറഞ്ഞ പദവി നേടുന്നവരാണ്. അങ്ങനെയുള്ളവരോട് ബാബ പറയുന്നു, സ്വയം ആത്മാവാണ് എന്നെങ്കിലും മനസ്സിലാക്കൂ. ഇത് സഹജമല്ലേ? നമ്മൾ ആത്മാക്കളുടെ പിതാവാണ്, പരമപിതാവായ പരമാത്മാവ്. ബാബ നിങ്ങൾ ആത്മാക്കളോട് പറയുന്നു, എന്നെ തന്നെ ഓർമ്മിക്കൂ. എന്നാൽ വികർമ്മം നശിക്കുന്നു. ഇതാണ് മുഖ്യമായ കാര്യം. ഡൾ ബുദ്ധിയുള്ളവർക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും തന്നെ മനസ്സിലാവുകയില്ല. അതുകൊണ്ടാണ് ഗീതയിലുള്ളത് മന്മനാഭവ. എല്ലാവരും എഴുതാറുണ്ട്, ബാബ ഓർമ്മയുടെ യാത്ര വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇടയ്ക്കിടെ മറന്നുപോകുന്നു. ഏതെങ്കിലും പോയിന്റിൽ തോൽക്കുന്നു. മായയുടെയും ഈശ്വരന്റെ കുട്ടികളുടെയും ബോക്സിംഗ് ആണിത്. ഇതിനെക്കുറിച്ച് ആർക്കും തന്നെ അറിയില്ല. ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. മായയുടെ മേൽ വിജയം പ്രാപ്തമാക്കി കർമാതീത അവസ്ഥയിലേക്ക് പോകണം. ആദ്യമാദ്യം നിങ്ങൾ കർമ്മ സംബന്ധത്തിലേക്കാണ് വന്നത്. അതിലേക്ക് വന്ന് വന്ന് നിങ്ങൾ കർമ്മബന്ധനത്തിൽ അകപ്പെട്ടു. ആദ്യമാദ്യം നിങ്ങൾ ആത്മാക്കൾ പവിത്രമായിരുന്നു. സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും കർമ്മബന്ധനം ഉണ്ടായിരുന്നില്ല. പിന്നീട് സുഖത്തിന്റെ ബന്ധത്തിലേക്ക് വന്നു. ഈ കാര്യവും നിങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ആദ്യം നമ്മൾ സുഖത്തിന്റെ സംബന്ധത്തിലായിരുന്നു. പിന്നീടാണ് ദുഃഖത്തിലേക്ക് വന്നത്. ഇപ്പോൾ വീണ്ടും തീർച്ചയായും സുഖത്തിലേക്ക് പോവുക തന്നെ ചെയ്യും. എപ്പോഴാണോ പുതിയ ലോകമുണ്ടായിരുന്നത്, അപ്പോൾ വിശ്വത്തിന്റെ അധികാരികളായിരുന്നു, പവിത്രമായിരുന്നു. ഇപ്പോൾ പഴയ ലോകത്തിൽ പതീതമായി തീർന്നു. ഇനി വീണ്ടും ദേവതയായി തീരും. ഈ കാര്യങ്ങൾ സ്മൃതിയിൽ ഉണ്ടായിരിക്കണം. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ പാപം നശിക്കും. നിങ്ങൾ എന്നോടൊപ്പം തിരികെ വീട്ടിലേക്ക് വരും. ശാന്തിധാമം വഴി സുഖധാമത്തിലേക്ക് പോകും. ആദ്യമാദ്യം വീട്ടിലേക്ക് പോകുന്നു.
ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങൾ പവിത്രമായി തീരുന്നു. ഞാൻ പതീത പാവനൻ നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനായി പവിത്രമാക്കി മാറ്റുന്നു. ഇതുപോലെ നിങ്ങൾ തന്നോട് തന്നെ സംസാരിക്കണം. ഇപ്പോൾ ചക്രം പൂർത്തി ആവുകയാണ്. നമ്മൾ ഇത്രയും ജന്മങ്ങൾ എടുത്തു. ഇപ്പോൾ ബാബ പതീതത്തിൽ നിന്നും പാവനമാക്കുന്നതിനായി വന്നിരിക്കുകയാണ്. യോഗബലത്തിലൂടെയാണ് പാവനമായി തീരുന്നത്. ബാബ നമുക്ക് പഠിപ്പിച്ചു തരുന്ന യോഗബലം വളരെയധികം പ്രശസ്തമാണ്. ഇതിൽ ശരീരത്തിന് യാതൊന്നും തന്നെ ചെയ്യേണ്ടതായ ആവശ്യമില്ല. അപ്പോൾ മുഴുവൻ ദിവസവും ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. ഏകാന്തമായി ഇരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിലും ബുദ്ധിയിൽ ഈ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. ധാരാളം രീതിയിൽ ഏകാന്തമായി ഇരിക്കുവാൻ സാധിക്കും. മട്ടുപ്പാവിൽ, അതായത് ടെറസിൽ പോയിരിക്കാൻ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ആദ്യ കാലഘട്ടങ്ങളിൽ നിങ്ങൾ അതിരാവിലെ തന്നെ മുരളി കഴിഞ്ഞതിന് ശേഷം പർവ്വതങ്ങളിൽ പോയി ഇരിക്കുമായിരുന്നു. ആരാണോ ജ്ഞാനത്തിന്റെ ലഹരിയുള്ള കുട്ടികൾ, അവർ പരസ്പരം ജ്ഞാനത്തിന്റെ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്നു. ജ്ഞാനമില്ലെങ്കിൽ പരചിന്തനം നടന്നുകൊണ്ടിരിക്കുന്നു. ചിത്ര പ്രദർശനികൾ വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര പേർക്കാണ് വഴി മനസ്സിലാക്കി കൊടുക്കുന്നത്? നമ്മുടെ ധർമ്മം വളരെയധികം സുഖം നൽകുന്നതാണെന്ന് മനസ്സിലാക്കുന്നു. മറ്റുള്ള ധർമ്മത്തിലുള്ളവരാണ് എങ്കിൽ അവർക്ക് ഇത്രയും മനസ്സിലാക്കി കൊടുക്കൂ. ബാബയെ ഓർമ്മിക്കൂ. ഇവർ മുസ്ലിമാണ്, ഇന്നാളാണ് എന്നൊന്നും തന്നെ ചിന്തിക്കരുത്. ആത്മാവിനെ മാത്രം കാണണം. ആത്മാവിന് മനസ്സിലാക്കി കൊടുക്കണം. പ്രദർശിനിയിൽ മനസ്സിലാക്കി കൊടുക്കുമ്പോഴും നമ്മൾ ആത്മീയ സഹോദരനാണ് മനസ്സിലാക്കി കൊടുക്കുന്നത് എന്ന അഭ്യാസം ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമുക്ക് ബാബയിൽ നിന്നുള്ള സമ്പത്ത് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വയം ഞാൻ ആത്മാവാണ് എന്ന് മനസ്സിലാക്കി സഹോദരങ്ങൾക്ക് ജ്ഞാനം നൽകണം. ഇപ്പോൾ നമുക്ക് അച്ഛന്റെ അടുത്തേക്ക് പോകാം. ധാരാളം സമയം അകന്നിരുന്നതാണ്. അവിടെ ശാന്തിധാമമാണ്. ഇവിടെ എത്ര ദുഃഖവും അശാന്തിയുമാണ് ഉള്ളത്. ഇപ്പോൾ ബാബ പറയുന്നു, സ്വയം തന്നെ ആത്മാവെന്ന് മനസ്സിലാക്കുന്നതിനുള്ള അഭ്യാസം ഉണ്ടാക്കൂ. അപ്പോൾ നാമ, രൂപ, ദേഹ ഇവയെല്ലാം തന്നെ മറന്നുപോകും. എന്തിനാണ് ഇന്നയാൾ മുസ്ലിമാണെന്ന് ചിന്തിക്കുന്നത്? ആത്മാവെന്ന് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കണം. ഈ ആത്മാവ് നല്ലതാണോ മോശമായതാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആത്മാവിനെ പ്രതിയാണ് മനസ്സിലാക്കി തരുന്നത്. മോശമായതിൽ നിന്ന് ദൂരെ മാറി പോകണം. ഇപ്പോൾ നിങ്ങൾ പരിധിയില്ലാത്ത അച്ഛന്റെ മക്കളാണ്. ഇവിടെ പാർട്ട് അഭിനയിച്ച ശേഷം ഇപ്പോൾ തിരികെ വീട്ടിലേക്ക് പോകണം. പാവനമായി തീരണം. ബാബയെ തീർച്ചയായും ഓർമ്മിക്കേണ്ടതായിയുണ്ട്. പാവനമാവുകയാണെങ്കിൽ പാവന ലോകത്തിലെ അധികാരിയായി തീരുന്നു. നാവ് കൊണ്ട് പ്രതിജ്ഞ ചെയ്യണം. ബാബയും അത് തന്നെയാണ് പറയുന്നത്, പ്രതിജ്ഞ ചെയ്യൂ. ബാബ അതിനുള്ള യുക്തിയും പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ ആത്മാക്കൾ സഹോദരന്മാരാണ്. പിന്നീട് ശരീരത്തിലേക്ക് വരുമ്പോൾ സഹോദരീ സഹോദരന്മാരാണ്. സഹോദരങ്ങൾക്ക് ഒരിക്കലും വികാരത്തിലേക്ക് പോകുവാൻ സാധിക്കില്ല. പവിത്രമായി തീരുന്നതിലൂടെയും എന്നെ ഓർമ്മിക്കുന്നതിലൂടെയും നിങ്ങൾ വിശ്വത്തിന്റെ അധികാരിയായി മാറുന്നു. മായയോട് തോറ്റാലും വീണ്ടും എഴുന്നേറ്റ് നിൽക്കണം. എത്രത്തോളം എഴുന്നേറ്റ് നിൽക്കുന്നുവോ അത്രയും പ്രാപ്തി ഉണ്ടാകുന്നു. നഷ്ടവും ലാഭവും ഉണ്ടാകുന്നില്ലേ? പകുതിക്കൽപ്പം നിങ്ങൾ ശേഖരിച്ചത് രാവണ രാജ്യത്തിൽ നശിച്ചു പോകുന്നു. കണക്കുണ്ടല്ലോ. ശേഖരണത്തിലൂടെ വിജയം, നഷ്ടത്തിലൂടെ തോൽവി.
അപ്പോൾ സ്വയം തന്നെ പൂർണമായും പരിശോധിക്കണം. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്നു. മറ്റുള്ളവർ കേവലം മഹിമയാണ് പാടുന്നത്, ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. വിവേകമില്ലാതെയാണ് സർവ്വതും ചെയ്യുന്നത്. നിങ്ങളിവിടെ പൂജ ഒന്നും തന്നെ ചെയ്യുന്നില്ലല്ലോ. ബാക്കി മഹിമ പാടുന്നുണ്ട്. ഒരേ ഒരു ബാബയുടെ മഹിമയാണ് അവ്യഭിചാരിയായ മഹിമ. ബാബ വന്ന് സ്വയം തന്റെ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല. ചക്രത്തെ സ്മൃതിയിൽ വെക്കണം. എങ്ങനെ നമ്മൾ മായയുടെ മേൽ വിജയം പ്രാപിക്കുമെന്ന് മനസ്സിലാക്കണം. ബാബ മനസ്സിലാക്കി തരുന്നു, തോൽക്കുകയാണെങ്കിൽ 100 മടങ്ങ് ശിക്ഷകൾ അനുഭവിക്കേണ്ടതായി വരുന്നു. ബാബ പറയുന്നു, സദ്ഗുരുവിനെ നിന്ദിക്കരുത്. നിന്ദിച്ചുവെങ്കിൽ ഒരിക്കലും ഗതി ഉണ്ടാവുകയില്ല. ഇത് സത്യനാരായണന്റെ കഥയാണ്. ഇതിനെക്കുറിച്ച് ആർക്കും തന്നെ അറിയില്ല. ഗീതയെയും സത്യനാരായണന്റെ കഥയെയും വേറെയാക്കി. നരനിൽ നിന്ന് നാരായണനാകുന്നതിനാണ് ഈ ഗീത. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ നരനിൽ നിന്ന് നാരായണനാക്കുവാനുള്ള കഥയാണ് കേൾപ്പിക്കുന്നത്. ഇതിനെ തന്നെയാണ് ഗീതയെന്നും പറയുന്നത്. അമരനാഥന്റെ കഥയെന്നും പറയുന്നു. 3ാമത്തെ നേത്രവും ബാബയാണ് നൽകുന്നത്. നമ്മൾ ദേവതയാകുന്നുവെങ്കിൽ തീർച്ചയായും ദൈവിക ഗുണങ്ങളുടെ ധാരണയും ഉണ്ടാകണം. ഈ സൃഷ്ടിയിൽ ഒരു വസ്തുവും സദാകാലത്തേക്ക് നിലനിൽക്കുന്നില്ല. സദാ നിലനിൽക്കുന്നത് ഒരേ ഒരു ശിവബാബയാണ്. ബാക്കി എല്ലാവർക്കും താഴേക്ക് വരിക തന്നെ വേണം. എല്ലാവരെയും തിരികെ കൊണ്ടുപോകുന്നതിനായി ബാബയ്ക്ക് സംഗമത്തിൽ തന്നെ വരണം. പഴയ ലോകത്തിലെ ആത്മാക്കളെ പുതിയ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നതിനായി ആരെങ്കിലും ആവശ്യമല്ലേ? അപ്പോൾ ഡ്രാമയ്ക്കുള്ളിൽ ഈ മുഴുവൻ രഹസ്യവുമുണ്ട്. ബാബ വന്ന് പവിത്രമാക്കി മാറ്റുന്നു. ഒരു ദേഹധാരിയെയും ഭഗവാൻ എന്ന് പറയില്ല. ഈ സമയം ബാബ മനസ്സിലാക്കി തരുന്നു, ആത്മാവിന്റെ ചിറക് ഒടിഞ്ഞിരിക്കുകയാണ്, പറക്കാൻ സാധിക്കില്ല. ബാബ വന്ന് ജ്ഞാനയോഗത്തിന്റെ ചിറക് നൽകുകയാണ്. യോഗബലത്തിലൂടെ നിങ്ങളുടെ പാപം ഭസ്മമായി തീരുന്നു, പുണ്യാത്മാവായി തീരുന്നു. ആദ്യമാദ്യം പ്രയത്നിക്കണം. അതുകൊണ്ടാണ് ബാബ പറയുന്നത്, എന്നെ മാത്രം ഓർമ്മിക്കണം. ചാർട്ട് വയ്ക്കൂ. ആരുടെ ചാർട്ടാണോ നല്ലതായിരിക്കുന്നത് അവർ എഴുതുന്നു. അവർ സന്തോഷത്തോടെ ഇരിക്കും. ഇപ്പോൾ എല്ലാവരും പ്രയത്നിക്കുന്നുണ്ട്. ചാർട്ട് എഴുതുന്നില്ലെങ്കിൽ യോഗത്തിന് മൂർച്ച ഉണ്ടാവില്ല. ചാർട്ട് എഴുതുന്നതിലൂടെ ധാരാളം പ്രയോജനം ഉണ്ടാകുന്നു. ചാർട്ടിനോടൊപ്പം പോയിന്റുകളും ആവശ്യമാണ്. ചാർട്ടിൽ രണ്ടും എഴുതണം. എത്രത്തോളം സേവനം ചെയ്തു, എത്രത്തോളം ഓർമ്മിച്ചു. അവസാന സമയം മറ്റൊരു വസ്തുവിനെയും ഓർമ്മ വരാത്ത രീതിയിൽ പുരുഷാർത്ഥം ചെയ്യണം. സ്വയം ആത്മാവെന്ന് മനസ്സിലാക്കി പുണ്യാത്മാവായി തീരണം. ഈ കാര്യത്തിൽ പ്രയത്നിക്കണം. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഏകാന്തതയിൽ ജ്ഞാനമനന ചിന്തനം ചെയ്യണം. ഓർമ്മയുടെ യാത്രയിലിരുന്ന് മായയുടെ മേൽ വിജയം പ്രാപ്തമാക്കി കർമാതീത അവസ്ഥ നേടണം. 2. ആർക്കെങ്കിലും ജ്ഞാനം കേൾപ്പിക്കുന്ന സമയം ബുദ്ധിയിലുണ്ടായിരിക്കണം, ഞാൻ ആത്മാവാകുന്ന സഹോദരനാണ് ജ്ഞാനം നൽകുന്നത്. നാമരൂപദേഹം സർവ്വതും മറക്കണം. പാവനമാകുന്നതിനുള്ള പ്രതിജ്ഞ ചെയ്ത് പാവനമായി പാവന ലോകത്തിന്റെ അധികാരിയായി മാറണം. വരദാനം: സ്വയത്തെ പ്രതി
ഇച്ഛ എന്തെന്നു പോലും അറിയാത്തവരായി മാറി ബാബയ്ക്ക് സമാനം അഖണ്ഡദാനി പരോപകാരിയായി ഭവിക്കട്ടെ. ബ്രഹ്മബാബ സ്വയത്തിന്റെ സമയവും സേവനത്തിനായി കൊടുത്തു. സ്വയം വിനയാന്വിതനായി കുട്ടികൾക്ക് ബഹുമാനം കൊടുത്തു. ജോലിയുടെ പേരിന്റെ പ്രാപ്തിയുടെയും ത്യാഗം ചെയ്തു. പേര്, അഭിമാനം, പ്രശസ്തി ഇവയെല്ലാത്തിലും പരോപകാരിയായി. തന്റേത് ത്യാഗം ചെയ്ത് മറ്റുള്ളവരെ മുന്നിൽ വെച്ചു. സ്വയത്തെ സദാ സേവാധാരിയാക്കി വെച്ചു. കുട്ടികളെ അധികാരിയാക്കി വെച്ചു. സ്വയത്തിന്റെ സുഖം കുട്ടികളുടെ സുഖത്തിലാണെന്ന് മനസ്സിലാക്കി. അപ്രകാരം ബാബയ്ക്ക് സമാനം ഇച്ഛ എന്താണെന്ന് പോലും അറിയാത്ത, അതായത് മത്ത് പിടിച്ച ഫക്കീറായി മാറി അഖണ്ഡദാനി പരോപകാരിയാകൂ. എങ്കിൽ വിശ്വമംഗള കാര്യത്തിൽ തീവ്രഗതി വന്നു ചേരും. കേസും കൂട്ടവും സമാപ്തമാകും. സ്ലോഗൻ: ജ്ഞാനത്തിലും ഗുണത്തിലും ധാരണയിലും സിന്ധുവായി മാറൂ. സ്മൃതിയിൽ ബിന്ദുവായി മാറൂ. തന്റെ ശക്തിശാലി മനസ്സിലൂടെ സകാശ് കൊടുക്കുന്നതിന്റെ സേവനം ചെയ്യൂ. ഇപ്പോൾ താങ്കൾ കുട്ടികൾ തങ്ങളുടെ ശ്രേഷ്ഠ ശക്തിശാലി സങ്കല്പത്തിലൂടെ സകാശ് കൊടുക്കൂ. നിർബലർക്ക് ബലം കൊടുക്കൂ. തന്റെ പുരുഷാർത്ഥ സമയം മറ്റുള്ളവർക്ക് സഹയോഗം നൽകുന്നതിൽ ഉപയോഗപ്പെടുത്തൂ. മറ്റുള്ളവർക്ക് സഹയോഗം കൊടുക്കുക എന്നാൽ തന്റെ സമ്പാദ്യം ഉണ്ടാക്കുക. ഇപ്പോൾ അങ്ങനെയുള്ള അലകൾ പരത്തൂ. ആശ്രയം എടുക്കുകയല്ല, ആശ്രയം കൊടുക്കണം. കൊടുക്കുന്നതിൽ എടുക്കുന്നത് അടങ്ങിയിട്ടുണ്ട്. ഓം ശാന്തി.